നമ്മൾ സന്നിധാനത്ത് നിന്നും തത്സമയം കാണുന്ന കാഴ്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ നേരിട്ട് കാര്യങ്ങൾ നോക്കുകയാണ്. താഴെ തിരുമുറ്റത്തെ ഭക്തരുടെ വരവ്, അവിടെ നിൽക്കുന്ന അവസ്ഥ, എങ്ങനെയൊക്കെയാണ് നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നത്, ADGP ശ്രീജിത്ത് കാര്യങ്ങൾ വിശദീകരിച്ച് നൽകിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്. കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ, അങ്ങനെ ഏകോപനത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്ന് മനസ്സിലാക്കിയാണ് നേരിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ. എന്താണിപ്പോൾ സ്ഥിതി? ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതുപോലെ തന്നെ സ്പെഷ്യൽ ഓഫീസർ ശ്രീജിത്തും ഇപ്പോൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി എന്താണ് എന്നുള്ളത് ഇപ്പോൾ അദ്ദേഹത്തോട് കാര്യങ്ങൾ ശ്രീജിത്ത് ADGP ശ്രീജിത്ത് സംസാരിക്കുകയാണ്. നമുക്ക് ആ സംസാരത്തിൻ്റെ ഒരു ശബ്ദത്തിലേക്ക് പോവാം. അവരവിടെ കിടന്ന് കുറച്ചു നേരം കറങ്ങണം, അത്രയും സമയം നമുക്കിവിടെ കിട്ടും. അത് പുറത്ത് പോകാന്ന് നേരിട്ടും വരും ചെല്ലും. അറിയാവുന്നവർ അറിയാത്തവർ നേരെ അവിടെ വരെ പോയി ആ വഴിയൊക്കെ കറങ്ങി തിരിച്ചിവിടെ എത്തും. ഇവിടെ എത്തുമ്പോൾ നമ്മളവരെ ഇത് നമ്മൾ റെഗുലേറ്റ് ചെയ്താൽ മതി. ഇവിടെ ബിൽഡപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ അതെ സാർ, നമുക്ക് മുമ്പ് നമ്മളുടെ ഒരുപാട് ആൾക്കാർ പാണ്ഡിത്താവളം വഴി വരുമ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത് സാർ. അപ്പോൾ ഇപ്പോൾ ആദ്യത ഇതിവിടെ ഇൻസ്ട്രക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ്. പോയി സാർ, അപ്പോൾ ഇപ്പോൾ പോയിട്ട് ഞങ്ങൾ കണ്ടിട്ടേ പോകുന്നുള്ള വിചാരിച്ചത്. ഉച്ചയ്ക്ക് വലിയ അംഗമായിരുന്നു സാർ. അറിയാം, ഞാൻ കുറെ കണ്ടിട്ടാണ്. ഞാൻ ആവശ്യമില്ല മാത്രമല്ല ഇവിടെ കിടന്ന് ഇങ്ങനെ ഉടല് വരും സാർ. ഇപ്പോൾ ആ ക്രൈസിസ് നേരിട്ട് വരുന്നു. അല്ല, ഇതിപ്പോൾ നിർത്തിയത് നന്നായി. അതെ, നിയന്ത്രണത്തിൽ നിൽക്കും സാർ. അല്ല, ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, അത്രേ ഉള്ളൂ സാർ. ഇവിടെ അവിടെ ഡിവൈസ് ഇവിടെ ഒരു ബിൽഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് അതെ സാർ കുറേശ്ശെ കിട്ടൂലേ. ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റും, അവിടെ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ സാർ ഈ സ്പോട്ട് ബുക്കിങ്ങിന് ഒരു നിയന്ത്രണം അല്ല. 20,000 നിർത്തി, ഇന്ന് നിർത്തി. 20,000 നിർത്തി. നിലയ്ക്കൽ 7 ഇന്ന് അവിടെ ബോർഡ് വയ്ക്കാൻ പറഞ്ഞു സാറിന്റെ ഭാഗത്താണ്. ഈ ഔട്ട്സൈഡ് സ്റ്റേറ്റ് മീഡിയ ഉണ്ടല്ലോ സാർ, അവർക്ക് ഒരു ബൈറ്റ് കൊടുക്കണം. ഈ സ്പോട്ട് ബുക്കിംഗ് കറക്റ്റ് ബുക്കിംഗ് ഇല്ലാതെ വരുന്നവന് കയറാൻ പറ്റില്ല എന്ന് സാർ നേരത്തെ പറയണം. സാറ് പറയുന്നതിന് കുറച്ചുകൂടെ അല്ല, 20,000 കഴിഞ്ഞാൽ അടുത്ത ദിവസമേ ബുക്കിംഗ് ഉള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്യാനുള്ള സാഹചര്യത്തിൽ അവർ വരാവും. അല്ല, അതിപ്പം ഇപ്പൊ 7 കൗണ്ടർ അവിടെ വയ്ക്കും. ആ സാർ, പമ്പയിലുള്ളത് പതുക്കെ പതുക്കെ കുറയ്ക്കാം. അപ്പൊ 3 മറ്റേ ഉള്ളൂ. സ്പോട്ട് ബുക്കിംഗ് അനിയന്ത്രിതമായി കടന്നുപോയത് കുറുക്കു വഴിയിലൂടെ ആൾക്കാർ കടന്നു വന്നതാണ്. ക്യാമറയും പോകും. അല്ല, അവിടെ അല്ല, കുറച്ചുകൂടെ മാറി നിൽക്കുന്നതല്ല കേട്ടോ. ഇതിലേക്കൊക്കെ അനിയന്ത്രിതമാണെന്നോ അല്ലെങ്കിൽ ആശങ്കാജനകമാണോ എന്നും പറയത്തക്ക സാഹചര്യമില്ല. ആകെ കൂടെ 1 ലക്ഷം ആളുകളാണല്ലോ നമുക്ക് സ്പോട്ട് ബുക്കിങ്ങിലൂടെയും മറ്റതിലൂടെ വരുന്നത്. കുറച്ച് ഒരുപക്ഷെ ഇതൊന്നുമില്ലാത്തവരും കയറിയിട്ടുണ്ടാവണം. അത് നിയന്ത്രിക്കും. 20,000 സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിക്കുന്നതോടുകൂടി 70-ഉം 20-ഉം 90,000 ആളുകൾ, പോട്ടെ ഒരു 10 പേരും കൂടെ, അങ്ങനെ 1 ലക്ഷമായിട്ട് ശബരിമലയിലേക്കുള്ള ആളുകളുടെ എണ്ണം നിജപ്പെടുത്തും. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഇന്ന് സാധാരണ കാണാത്ത ഒരു ക്രൗഡ് ഇവിടെ കണ്ടല്ലോ. അത് ബോധപൂർവം ഉണ്ടായതാണ്, അത് യാദൃശ്ചികമായി ഉണ്ടായതല്ല. അവിടെ മരക്കൂട്ടത്തിലെയും മറ്റും പ്രഷർ കുറയ്ക്കാൻ വേണ്ടി പോലീസ് അവരെ ബേലിപ്പാലം വഴി കുറച്ച് പേരെ വിട്ടു. അവർ ക്യൂ വഴി വന്നവരല്ല, അവരിവിടെ കൂടെയൊക്കെ ചാടി വന്നവരാണ്. അവരവിടെ കിടന്ന് ആ ഒരു പ്രഷർ വരുന്നതിന് വരെ ബേലിപ്പാലം വഴി വിട്ടു. കുറച്ച് പേരിവിടെ വന്നു. ഈ വടക്കേ മുറ്റത്തുകൂടെ അവരെ ആദ്യം വിട്ടിരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആദ്യത്തെ വിഷ്വലിൽ ഭയങ്കരമായിട്ട് ആൾ നിറഞ്ഞത്. ഇപ്പോൾ അങ്ങനെയല്ല, നമ്മൾ അറിഞ്ഞുകൊണ്ട് വിടുന്നതാണ്. ഇവിടെ ആൾ വരുന്നതനുസരിച്ചിട്ട് അവരെ 18-ാം പടി മറ്റവരോടൊപ്പം കയറ്റി തൊഴുത് വിടും. അതാണ് വിഷയം. പിന്നെ ഞാൻ വേറൊന്ന് പറഞ്ഞിരിക്കുന്ന പമ്പയിലുള്ള വരവ് തന്നെ നിലയ്ക്കലിൽ കുറച്ച് നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പമ്പയിലേക്കുള്ള വരവ് കുറയും. അവിടുന്ന് കയറിക്കഴിഞ്ഞാൽ വലിയ ശല്യമില്ലാതെ അധികം നേരം നിർത്താതെ പോരാൻ സാധിക്കും. പിന്നെ 1 ലക്ഷം പേര് ഒരുമിച്ച് വന്നാൽ ശബരിമലയിൽ ഈ പ്രശ്നം വരും. അത് വരാതെ പമ്പയിലും നിലയ്ക്കലിലും കുറേശ്ശെ ക്രമീകരണം വരും. അത് തന്നെയാണ് ഇപ്പോൾ ആശയപരമായി പ്രത്യേകിച്ച് കൺഫ്യൂഷനൊന്നുമില്ല. എല്ലാ പോയിന്റിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഈ ഒരു കാര്യങ്ങൾ ശ്രീജിത്ത് പറഞ്ഞിരിക്കുന്നു. കാര്യങ്ങൾ ഇപ്പോൾ നിയന്ത്രണാധീനമാണ്. ഇപ്പോൾ തന്നെ എനിക്ക് ആശങ്ക മാറി. ഇപ്പോൾ കണ്ടപ്പോൾ കുറച്ച് പേരാകുമ്പോഴത്തേക്ക് തുറന്നു വിടുന്നു. ഇവിടെ പിന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നൊരു സ്പേസാണ്. എല്ലാവർക്കും 18-ാം പടി കയറുകയും ചെയ്യാം. നമ്മുടെ ഉദ്ദേശം എന്താണ്? ലോ ആൻഡ് ഓർഡർ എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതല്ല. വരുന്ന ആളുകൾക്ക് എങ്ങനെയെങ്കിലും 18-ാം പടി ഒന്ന് കയറ്റി ഇറക്കുക എന്നുള്ളതാണ്. അതിനുള്ള ക്രമീകരണം തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കൈവിട്ടു പോയൊരവസ്ഥയൊന്നും ഇപ്പോൾ ഇല്ല എന്നുള്ളത് വളരെ ആത്മാർത്ഥമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. സ്പോട്ട് ബുക്കിംഗ് 20,000 ഉള്ളൂ. ഇനി സ്പോട്ട് ബുക്കിംഗ് ഇല്ല. നാളെ തൊട്ട് 20,000 ഉള്ളൂ. 20,000 കടന്നുപോയാൽ അടുത്ത ദിവസമേ പിന്നെ വരാൻ സാധിക്കും. അതുകൊണ്ടാണ് നിലയ്ക്കലിലേക്ക് നമ്മൾ സ്പോട്ട് ബുക്കിംഗ് സബ്സ്റ്റാൻഷ്യലായിട്ട് മാറ്റുകയാണ്. സോ ദാറ്റ് അവർക്ക് അവിടെ നിൽക്കാം, പിറ്റേന്ന് വന്നാൽ മതി. പമ്പയിലുണ്ട് ഇപ്പോൾ ഉള്ള 3 കൗണ്ടറിന് അത് പതുക്കെ കുറയ്ക്കും. ആരെങ്കിലും വിട്ടു വന്നാൽ ഇവിടെ വേണമല്ലോ.
സൗകര്യം വേണമല്ലോ അവിടെ. മാത്രമല്ല കാനനപാത വഴി വരുന്നവർക്ക് പമ്പയിൽ ചിലപ്പോൾ വേണ്ടി വരും. സ്പോട്ട് ബുക്കിംഗ് വേണ്ടി വരും. 7 കൗണ്ടർ ഇന്ന് രാത്രി തൊട്ട് വരും. അതിന്റെ ബോർഡ് വയ്ക്കും 20,000 സ്പോട്ട് ബുക്കിംഗ് നിജപ്പെടുത്തുകയാണെന്നുള്ളത്. അതിനേക്കാൾ കുറച്ച പിന്നെ ആളേക്ക് നമ്മൾ നേരത്തെ 20 എന്ന് പറഞ്ഞു, അതിൽ നിർത്തും. അതാണ് സ്ഥിതി. അനന്തരം 2 മണിക്കൂർ കൊണ്ട് സംഗതികൾ നോർമലാവും. ആളുകൾ വരും, വരുന്നവരെല്ലാം ഭംഗിയായിട്ട് തൊഴുതു പോകും.